ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിയുടെ ഇളയച്ചനല്ല ബീരാനിക്ക എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടുള്ള സച്ചി രേവതി അത് കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ സച്ചി രേവതി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അങ്ങനെ സച്ചി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി, ഇളയച്ചൻ എങ്ങനെയാണ്? നമ്മൾ നിമിഷ തന്ന പൈസ കൊണ്ടല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങിയത്. പിന്നെ എങ്ങനെ നിൻ്റെ ഇളയച്ചൻ അതെങ്ങനെ അറിഞ്ഞ? ആളത് അറിഞ്ഞിട്ടില്ല, ആളതിന് ശേഷം വന്നിട്ടില്ലല്ലോ, നീയായിട്ട് വിളിക്കണില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലാണെന്നാണല്ലോ പറയാറ് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയണം, അതൊക്കെ ഞാൻ ഇളയച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയുക? നീ ഉത്തരേന്ത്യയിൽ, അദ്ദേഹം എന്നല്ലേ പറഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കോൺടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പോൾ പെട്ടെന്നല്ലേ വീഡിയോ കോൾ വിളിച്ച്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കിടന്ന് ഉരുളാണ്. എന്താ ഇപ്പോൾ ശ്രുതിക്ക് തന്നെ സംശയമാണോ? അല്ല, ഞാൻ ചോദിച്ചു എന്നല്ല പറയുമ്പോൾ ശ്രുതി പറയണം, അതെൻ്റെ ശ്രുതി, ഞാൻ ഇളയച്ചൻ ആദ്യമേ വിളിച്ച സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഫോണും കൊണ്ട് വന്നത് പറയണം. ശരി എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ശ്രുതി മീരയും കൂടിയിട്ടുള്ള സംസാരമാണ്. മീരയോട് ശ്രുതി പറയാണ്, സച്ചിക്ക് രേവതിക്ക് നല്ല സംശയമുണ്ട് പറയുമ്പോൾ മീര പറയണം, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തോ ഒരു മാർഗം ചോദിക്കുമ്പോൾ വീരാനിക്ക ഇവരുടെ കണ്ണുപെടാതിരിക്കാൻ നമ്മളൊന്ന് പറയണം എന്നൊക്കെ പറയണം. ആ സമയത്ത് ഹായ് കള്ളക്കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് വീരാനിക്ക അങ്ങോട്ട് വരികയാണ്. എന്താ വീരാനിക്ക ഇങ്ങനെ ഞങ്ങളെ വിളിക്കരുത് പറയണേ? ഇല്ല, ഞാൻ ജസ്റ്റ് വിളിച്ചു എന്നേ ഉള്ളൂ പറയാണ്. അപ്പോൾ പറയും, വീരാനിക്ക നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയുമ്പോൾ നീ എനിക്ക് ചിലവിന് തരുമോ ചോദിക്കും. വീരാനിക്ക അപ്പോൾ ഇവർ മുഖത്തോട് മുഖം നോക്കാൻ. അപ്പോൾ പറയാണ്, വീരാനിക്ക ഒന്ന് ശ്രദ്ധിക്കണം, സച്ചിക്ക് രേവതിക്ക് നല്ല സംശയമുണ്ട്, അവരുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കണം, നിങ്ങൾ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ പറയണം ശ്രുതി പറയുന്ന സമയത്ത് വീരാനിക്ക പറയും, നിങ്ങൾ എന്തോ ഒരു വലിയ തെറ്റാണ് മറച്ചു വെച്ചിരിക്കണത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എത്ര തീറ്റയും തിന്നാനും കുടിക്കാനും കൊടുത്താലും ആട് ഒരു നാൾ ബിരിയാണിയാവും. അതുപോലെ ഈ കള്ളക്കഥ ഒരിക്കൽ പുറത്താവട്ടോ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് വീരാനിക്ക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ശ്രുതി മീരയൊക്കെ പകച്ചിട്ടാണ് നോക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രോദയത്തിൽ ഈച്ച വരാണ്. സച്ചി രേവതിയും കൂടി നിൽക്കുന്ന സമയത്ത് ഈച്ച വരുമ്പോൾ രവീന്ദ്ര, ഈച്ച നീ എപ്പോഴാണ് വന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറയും, കുറച്ച് ദിവസമായിട്ട് ഈച്ചവടി ഉണ്ടച്ചാ, ഈച്ചവടി ചെറിയ തട്ടിമുട്ടിയിട്ടുള്ള ജോലികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, രേവതിക്ക് കുറച്ച് പൂവൊക്കെ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കാനൊക്കെ ഈച്ചയാണുള്ളത് എന്നൊക്കെ പറയണം. അപ്പോൾ ഈച്ചയോട് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞാൽ നന്നായി രേവതി. അപ്പോഴേക്ക് രേവതി വരും. അപ്പോൾ രേവതി മോളെ, നീ ഇവന് ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കൊടുത്തിട്ടേ വിടാവ് പറയുമ്പോൾ അത്ര തന്നെ ഉള്ളൂ, ഞാൻ ഈച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട അച്ഛാ പറയാണ് രേവതി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനകത്തേക്ക് പോയി. അപ്പോൾ സച്ചി ഈച്ചയോട് പറയും, ഈച്ച വാട ഒരു കാര്യം പറയാണ്ട് പറയും. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ, നീയേ ശ്രുതിയുടെ ഇളയച്ചൻ വീരാനെ അറിയില്ല ചോദിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ വരും. അപ്പോൾ ഇവർ സംസാരം നിർത്തും. അപ്പോൾ ഈച്ച ചോദിക്കും, എന്താ നിർത്തിയ? കണ്ടില്ലേ, അവൾക്കൊരു കള്ള ലക്ഷണം, അവൾ നമ്മൾ എന്താ പറയണമെന്ന് ചെവി വട്ടം കുറിപ്പിക്കാൻ വന്നതാന്ന് പറയും. അപ്പോൾ എന്താടാ കാര്യം പറയുന്നത്? നിനക്കറിയില്ലേ ശ്രുതിയുടെ ഇളയച്ചൻ വീരാനെ നമ്മളന്ന് കള്ളു കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും അവളുടെ ഇളയച്ചനല്ലാതെ എന്തോ ഒരു ഉടായ്പാണ് എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? എനിക്ക് രേവതിക്ക് സംശയമുണ്ട്, നമുക്ക് ആളുടെ ഫുള്ള് ഡീറ്റെയിൽസ്, ആളുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ ചോദിക്കാൻ. അപ്പോൾ ആളുടെ മുഖം ഓർമ്മയുണ്ടോ നിനക്ക്? ഒരു പ്രാവശ്യങ്ങാനും കണ്ടിട്ടല്ലേ, അതും കള്ളു കുടിക്കുന്ന സമയത്തല്ല, എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല പറയണം. അപ്പോൾ ആൾ കുറച്ച് ഉടായപ്പോൾ നമുക്ക് ആളെ കണ്ടുപിടിച്ചിട്ട് എല്ലാ സത്യവസ്ഥയും നമുക്ക് അറിയണം, എന്നിട്ട് വേണം എനിക്ക് അച്ഛനോട് പറയാൻ എന്ന് പറയാണ് സച്ചി. അപ്പം വീണ്ടും നോക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന ഭാഗത്തേക്ക് ശ്രുതി വന്നിട്ട് ഇങ്ങനെ കാതോർത്ത് നിൽക്കണം. കണ്ടില്ലേ, ചെവി ഓർത്ത് നിൽക്കണം, വാടാ നമുക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ ഈച്ചേനെയും വിളിച്ചിട്ട് സച്ചി അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കണം, സച്ചിക്ക് എന്തായാലും നല്ല സംശയമുണ്ട്, ബീരാനിക്ക് ഇവരുടെ കണ്ണ് പെടാതെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണെന്നൊക്കെ പറയാണ് ശ്രുതി മീരയോട് പറയും, മീര എന്തായാലും എന്തെങ്കിലും സത്യങ്ങളെല്ലാവരും അറിഞ്ഞാൽ ശ്രുതി എന്നെ കൈവിട്ട് കളയാതിരിക്കാൻ മാത്രം ശ്രുതിയായിട്ടുള്ളൊരു ബന്ധം ഊട്ടി ഉറപ്പിക്കണം. ശ്രുതിയായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ഊട്ടി ഉറപ്പിക്കണം. അതിന് ഞങ്ങൾ എന്തായാലും രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്തു. കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി ഒരിക്കലും ശ്രുതിക്കെന്നെ തള്ളിക്കളയാൻ പറ്റില്ല, മാനസികമായിട്ട് ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്ലാനിങ്ങിലാണ് ശ്രുതി വീട്ടിൽ പോണത്. ശ്രുതി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കണം. ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഇനിയും കുറച്ചുകൂടി പൈസ തന്ന് നമുക്ക് കുറേ ബ്രാഞ്ചുകൾ തുടങ്ങാം, മലേഷ്യയിലൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം, അങ്ങനെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്വപ്നങ്ങളൊക്കെ പണിയാണ് ശ്രുതി. എന്നിട്ട് ശ്രുതി രാത്രി കിടക്കാൻ വരുന്ന സമയത്ത് ശ്രുതി തന്നെ ആലോചിച്ച് കിടക്കണം ഇനിയൊരു. അപ്പോൾ എന്താ ശ്രുതി ആലോചിക്കണേ പറയുമ്പോൾ പറയാണ്, ഞാനേ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യം ആലോചിക്കായിരുന്നു ശ്രുതി എന്ന് പറയണം. അപ്പം നിനക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറയല്ലേ ശ്രുതി ചോദിക്കുകയാണ്. ശ്രുതി പറയാണ് ശ്രുതിയോട്, എനിക്ക് കുറച്ച് സംസാരിക്കാനാണ്. എന്താ ശ്രുതി ചോദിക്കുമ്പോൾ പറയും, നമ്മൾ ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ മതി, ആദ്യം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ശ്രുതി ഒരിക്കലും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ശ്രുതി പ്രിപ്പയർഡായി വന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല, പക്ഷേ ഇപ്പം ഞാൻ മാനസികമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഇനി നമ്മളിങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, അച്ഛമ്മ പറഞ്ഞത്
ഓർമ്മയില്ലേ, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്കുള്ളതാണ്. അത് പറഞ്ഞ് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്രുതി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങണ പോലെ, ശ്രുതി നീ അഭിനയിക്കുകയാണ്, അത് ഉറങ്ങാനുള്ള ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതെ ഇപ്പോൾ ഒരു കുട്ടിയല്ല എൻ്റെ മനസ്സിൽ, ഇപ്പോൾ ബിസിനസ് ഒരു ബ്രാഞ്ചും കൂടി എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ്, അതിന് ശേഷമാണ് കുട്ടീൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തിരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ശ്രുതി തിരിഞ്ഞെടുക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അത് പ്ലാനിങ് നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ശ്രുതിയും കിടന്നുറങ്ങുകയാണ് ദേഷ്യം വന്നിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചന്ദ്രമതി എഴുന്നേറ്റ് സെറ്റിയിൽ വന്നിരിക്കുന്നുണ്ട്. രേവതി നീറ്റ് വരാണ്. രേവതി നീറ്റ് വരുമ്പോൾ ചന്ദ്രമതി പറയണ്ട, രാജകുമാരി എഴുന്നേറ്റ് വരുന്ന സമയത്ത് രേവതി ചോദിക്കണം, അതെന്താ അമ്മയ്ക്ക് കണ്ണില്ലേ നോക്കാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു 7 മണിക്കാണ് നീ എഴുന്നേറ്റ് വരുന്നത് ചോദിക്കുമ്പോൾ രേവതി പറയും, എനിക്ക് തീരെ വയ്യ അമ്മ, എന്തോ ഒരു വയ്യായിക പോലെ പറയാണ്. അപ്പോൾ രേവതി പറയും, അപ്പോൾ ചന്ദ്ര പറയും, നിനക്ക് വയ്യായിക ഉണ്ടാവും, മെനങ്ങാനുള്ള മടിയല്ല നിനക്ക്, വീട്ടിലത്തെ പണികൾ ചെയ്യാനുള്ള മടിയല്ലേ, അപ്പോൾ നിനക്ക് നല്ലോണം വയ്യായിക ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറ്റപ്പെടുത്തണം. ആ സമയത്താണ് സച്ചി ഇറങ്ങി വരുന്നത്. എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് സച്ചി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുന്നേൽക്കാൻ നേരം വൈകി, സച്ചിയേട്ടാ എനിക്ക് വയ്യ, എന്തോ ഒരു വയ്യായിക ഉണ്ട് എന്ന് പറയണം. അങ്ങനെ ആ സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരുന്നൊരു ശുഭവാർത്തയാണോ രേവതിയുടെ വയ്യായികയിൽ കൂടി നമ്മൾ അറിയുന്നത് എന്ന് നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. താങ്ക്